എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും ദിവ്യ ആരോഗ്യത്തിലും ദീർഘായുസ്സോടെ ഇരുന്ന കർത്താവിൻ്റെ സമൃദ്ധി ഞാൻ അനുഭവിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അടുത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും, ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏറ്റുപറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എത്ര പേരിന്ന് വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ചു? എത്ര പേര് വചനമാകുന്ന ദൈവവചനത്തെ എക്സസൈസ് ചെയ്തു? അവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ. എനിക്കൊന്ന് ഞാനാണ് ആദ്യം ചോദിച്ചത്. ആമേൻ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വചനം നിങ്ങൾ എക്സസൈസ് ചെയ്യണം. നമ്മുടെ ഒരു കുഞ്ഞു വേദന ആയിക്കോട്ടെ, ചെറിയ കാര്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെ നോക്കി കൈവച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ വ്യത്യാസങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിനാലുള്ള അത്ഭുതം അവിടെ ഉണ്ടാകും. എത്ര പേര് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത്ഭുതത്തിനൊരു അന്തരീക്ഷം ആവശ്യമുണ്ട്. ആമേൻ. എത്ര പേര് ഇന്നലെ തയ്യാറായി? വീടിൻ്റെ അകത്ത് ഞാൻ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആമേൻ. നമ്മുടെ വീടിൻ്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത്ഭുതം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ നമ്മുടെ വീടിൻ്റെ അകത്ത് സൃഷ്ടിക്കുവാൻ തയ്യാറാകണം. ഒരത്ഭുതത്തിൻ്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കണം. ആമേൻ. ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവ് വന്ന് അതിനെപ്പറ്റി പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ കർത്താവിൽ എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും, നമുക്ക് പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നൊരു സംഭവം, ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ അകലം പാലിക്കേണ്ട ചില കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ദൈവികമായ ഒരു ഉയർച്ച, ഒരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്താൽ ഒരു ജീവിതം, നല്ലൊരു നന്മയുടെ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് കേൾക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ട് ദൈവം നമ്മളെ സാക്ഷ്യങ്ങളാക്കി മാറ്റുന്നല്ലോ. നമുക്കിന്നും പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. എത്ര പേര് ക്ഷമയോടെ, ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവ് എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴും? ആമേൻ. നമുക്ക് ഇന്ന് വചനത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഉറക്കെ പറ. എന്താണ്? നിശ്ചയവുമാകുന്നു. നമ്മള് കാണാപ്പാടം പഠിക്കേണ്ട ഒരു വാക്യമാണിത്. കാണാപ്പാടം പഠിക്കേണ്ട ഒരു വാക്യമാണ് ഈ വചനം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആമേൻ. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം കാണുന്നില്ല, പക്ഷെ ആ കാര്യത്തിൽ നമുക്കൊരു നിശ്ചയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ പലപ്പോഴും, നിങ്ങൾ ഓർത്താൽ മതി, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് ദൈവം അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വിശ്വാസത്തെ പകർന്നു. മുന്നോട്ട് ദൈവം നടത്തും. അത് യെരൂശലേമിലായിക്കോട്ടെ, യഹൂദിയിലായിക്കോട്ടെ, ശിഷ്യന്മാർ ധൈര്യശാലികളായിരുന്നു? അല്ല. ശിഷ്യന്മാർ വലിയ പണക്കാരായിരുന്നു? അല്ല. ശിഷ്യന്മാർ കഴിവുള്ളവരായിരുന്നു? അല്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ലോകം മുഴുവൻ കീഴ്പ്പെടുത്താൻ പറ്റിയത്?
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വിശ്വാസമുണ്ട്. ഓർത്തോണം, ഈ വിശ്വാസം എന്നത് വാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസമല്ല, ദൈവം തന്ന വിശ്വാസം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് തന്നൊരു വിശ്വാസം ഉണ്ടെന്ന് പറ. ദൈവം എനിക്ക് തന്നതാണ് വിശ്വാസം. എപ്പോഴും ഓർത്തോണം, നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നമുക്കൊരു കാര്യം ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എനിക്ക് വിശ്വാസം തന്നു. മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മാത്രമേ അവൻ വിശ്വസിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കാണാത്തൊരു കാര്യത്തെ വിശ്വസിക്കത്തില്ല. അതിന് നമ്മളൊരു പേരിടും, അന്ധവിശ്വാസങ്ങൾ. അതൊരു വിശ്വാസമാണ്, പക്ഷെ അന്ധമായ വിശ്വാസങ്ങളാണ്. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ ദൈവത്തിലുള്ള കാണാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ആഴമായി വിശ്വസിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് എനിക്ക് വിശ്വാസം തരുന്നത് കൊണ്ടാണ്. ഈ വചനത്തിലൂടെ നമുക്ക് വായിക്കും മനസ്സിലാവും. അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അവർ വിശ്വസിച്ചുകൊണ്ടാന്ന് പറ. എന്റെ പൂർവികന്മാർക്ക് വിശ്വാസം ലഭിച്ചത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം കൊണ്ടാണ്. ആമേൻ. അപ്പൊ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇപ്പൊ ഈ നിശ്ചയം എന്ന് അതിന്റെ അർത്ഥം എന്തോ? നിശ്ചയം, ആമേൻ. ഇവിടെ നോക്കിയോണം, ഇവിടെ ഒരു കാര്യം പറയുകയാണ്, ഈ കാണുന്ന ലോകത്തിൽ ദൃശ്യമാകുന്നതുമല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എങ്ങനെയാ ദൈവം ലോകത്തിൽ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ ദൈവം എങ്ങനെയാ വചനത്താൽ സൃഷ്ടിച്ചത്? ആർക്കെങ്കിലും അറിയാവോ ദൈവം എങ്ങനെയാ വചനത്താൽ സൃഷ്ടിച്ചത്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനത്താൽ ദൈവം സൃഷ്ടിച്ചു. അപ്പൊ ഇതേ വചനം തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓർത്തോണം, സൃഷ്ടിക്കുവാൻ കഴിവുള്ള വചനം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ലോകത്തെ സൃഷ്ടിച്ച അതേ ദൈവത്തിന്റെ വായിന്ന് വന്ന അതേ വചനങ്ങളാണ് ഇന്ന് എൻ്റെ കയ്യിലൊരു പുസ്തകമായിട്ടിരിക്കുക. പക്ഷെ ഇത് പുസ്തകമായിട്ടിരിക്കാതെ ഇതിനെ സൃഷ്ടിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ കഴിയും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ അകത്ത് ദൈവ പ്രവൃത്തി നടക്കും. ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞിരിക്കണം, for by it is elders obtain a good testimony. പൂർവികന്മാർ, നമ്മുടെ പിതാക്കന്മാർ, അവരെന്ത് ചെയ്തു? ഗുഡ് ടെസ്റ്റിമണി അവർക്കുണ്ടായി, നല്ല സാക്ഷ്യം ലഭിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നമ്മൾ ഈ വചനം വായിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് പല ആളുകളുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ദൈവം ലേഖനങ്ങൾ മാത്രമല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ബൈബിളിൽ വചനങ്ങൾ മാത്രമല്ല, പല ആളുകളുടെയും ജീവിതത്തിലുണ്ടായ താഴ്ചകളും സാക്ഷ്യങ്ങളും ഒക്കെയും ആ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും സാക്ഷിയാകാൻ കഴിയുമോ? ആമേൻ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മളെപ്പോഴും ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാ നിങ്ങളെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ അകറ്റി നിൽക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഒരു വിഷയവും വിശ്വാസി അല്ലാത്തൊരു വ്യക്തിയോട് നിങ്ങൾ പറയരുത്. ഇപ്പം നിങ്ങളൊരു പ്രയാസത്തിലൂടെ കടന്നു പോവുക, ഒരു ദുഃഖത്തിലൂടെ കടന്നു പോവുക, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിഷമം വന്നു, നിങ്ങളൊരു വ്യക്തിയോട് പറയുക, അയ്യോ ഞാൻ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നമ്മളെ കൂടുതൽ എന്ത് ചെയ്യും? കുഴപ്പത്തിൽ ചാടിക്കും. ഇപ്പം ഞാനൊരു വിഷയമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക. ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ജോളി ബ്രദർ വിശ്വാസിയാണ്. ഞാൻ ജോളിയോട് പറയാം, ജോളി ബ്രദറെ എനിക്ക് ഇന്നൊരു കാര്യത്തിൽ ഞാൻ ഭാരപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ജോളി ബ്രദറിന്റെ മറുപടി എന്നായിരിക്കും? പ്രാർത്ഥിക്കാന്ന് പറയുക കൂടാതെ എന്നെ എന്ത് ചെയ്യും? ബലപ്പെടുത്തും. കർത്താവ് അത് ചെയ്യും, ബ്രദറെ യേശു അത് ചെയ്യും, അങ്ങനെയല്ലേ പറയുന്നത്? പക്ഷെ വലിയ വിഷയമായിരിക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ, എൻ്റെ കൂട്ടുകാരനാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ സുവിശേഷം പറയുന്ന ആളാണെന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ വലിയൊരു സ്ട്രഗിളിലൂടെ അദ്ദേഹം കടന്നു പോവുക. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിപ്പോൾ 2 പേരെ വിളിക്കത്തുള്ളൂ. ഒന്ന് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ, 2 എന്നെ വിളിക്കത്തുള്ളൂ. അപ്പം ഞാൻ ചെന്നാ പറ്റി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്, എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ
നിങ്ങൾ രണ്ടുപേരും നിന്ന് മാത്രമാണ് കിട്ടുന്നത്. ബാക്കി എല്ലാവരും എന്നെ എനിക്ക് ചത്തുപോകുക കൊള്ളാവുന്ന രീതിയിൽ അത് വലിയൊരു സ്ട്രഗിലൂടെ കടന്നു പോകും. അതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അയാൾ കടന്നു പോകുന്ന വലിയൊരു പ്രയാസ അവസ്ഥയാണ്. അപ്പം ഞാൻ ഓർത്ത് കർത്താവ് അയാൾക്കുണ്ടാകുന്ന ഭാരത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് അയാളുടെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും പേടിക്കും, അയ്യോ ഇത്രയും വലിയ വിഷയമാണ് നിനക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ അവരും കൂടെ എന്ത് ചെയ്യുക, വിഷമിപ്പിക്കും. ഇത് കാണുമ്പോൾ പുള്ളിക്ക് വിഷമം. അപ്പോൾ എനിക്കത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആ വിഷയം വലുതാണെന്ന് അറിയാമെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിന് തരുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഒരു പ്രശ്നം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വരത്തില്ല, ദൈവം ചെയ്യുമെന്ന്. അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടോ? ആമേൻ. ആമേൻ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ട്? ആ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവം അവിടെ സൈലന്റ് ആയിട്ടിരിക്കുവല്ല, നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഇല്ലില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നിട്ട് നമ്മളെ ആ വിഷയത്തോട് കോംപ്രമൈസ് ചെയ്യാതിരിപ്പിക്കാൻ ശ്രമിക്കുക ദൈവം. അപ്പോൾ നമ്മൾ എൻ്റെ മനസ്സല്ലേ അത്? അല്ലല്ല. കാര്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞേനെ സാരമില്ല കേട്ടോ, ശരിയാകും. അവർക്കത് പറയാൻ പറ്റുന്നില്ല. കാര്യം അവർ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ശരിയാകുമെന്ന് പറയുന്ന ഒരു സ്റ്റേജും കഴിഞ്ഞു പോയി. ഇതാരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുക കേട്ടോ. റെഡി ആകത്തില്ലെന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു പോയി നിൽക്കുന്ന ആരും എന്നെ കേൾക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുക. ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അധികാരത്തിൽ ഇത് ബ്ലോക്ക് ചെയ്യുവാണ്. വലിയ മിറക്കിൾസ് ഉണ്ടാകാൻ പോവാ. വിധി എഴുതി വെച്ചതെല്ലാം തിരുത്തി എഴുതാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. ആമേൻ. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയോണം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും യേശുവിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ വചനം. ഇനി വിശ്വാസികളുടെ ഇടയിൽ പോലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെയും കൂടെ കൊണ്ട് ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളെയും കൂടെ ഒന്നും കൂടെ കുരുക്കിലാക്കുന്ന രീതിയിൽ, അയ്യോ ഇത്രയും വലിയ വിഷയമാണ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളെയും കൂടെ ഭയപ്പെടുത്തും. അവരോടും കമ്പനി പറയരുത്, അവരോട് നിങ്ങൾ പറയാൻ പോകരുത്. പകരം നിങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്നവരെ മാത്രമേ നമ്മുടെ വിഷയം ഷെയർ ചെയ്യാവുള്ളൂ. ആമേൻ. കർത്താവ് കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയാൻ തോന്നിയാൽ അവരോട് മാത്രമേ പറയാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിടിക്കുമ്പോൾ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. നമ്മുടെ ഹൃദയം തകർന്നു കഴിഞ്ഞാൽ എന്നെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അവിശ്വാസം കയറാൻ തുടങ്ങും, നമ്മുടെ പ്രത്യാശ കുറയാൻ തുടങ്ങും. പ്രത്യാശ കുറയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കത്തില്ല പിന്നെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളോടത് പറഞ്ഞപ്പം എനിക്കൊരാശ്വാസം. അപ്പം അതിൻ്റെ കാരണം അയാൾ എന്നാ വലിയ വിഷയം പറഞ്ഞാലും ഞാൻ പറയും സഹോദര കർത്താവിലേൽപ്പിക്കുക, യേശു അത് ചെയ്യും. എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നു പോവുക. കാരണം എനിക്ക് അയാളുടെ വലിയ വിഷയം എനിക്ക് ഉറപ്പാണ്, അങ്ങേർക്കത് പരിഹരിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് പരിഹരിക്കാൻ പറ്റുമെന്നൊരു അറിവ് നമ്മുടെ അകത്ത് കിടക്കുക. മനസ്സിലായോ? ഈ അറിവുള്ളത് കൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരും. എന്നാൽ ഈ അറിവ് നിങ്ങളുടെ അകത്തില്ല. നിങ്ങളുടെ അകത്ത് ഇരിക്കും, എൻ്റെ ദൈവമേ ദൈവത്തിന് പോലും ചെയ്യരുതെന്ന് പറയത്തില്ലേ, കർത്താവിന് പോലും പ്രവർത്തിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവകത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവർത്തി ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. അറിയത്തില്ല, ഇന്ന് കർത്താവ് ഇങ്ങനെ അങ്ങ് പോവുക, ചിലത് സംഭവിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോവുക. നിങ്ങളുടെ ലൈഫിൽ അത് കാണാൻ പോവുക. ഇവിടെ പറയുകയാണ്, അതിനാലല്ലോ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. പൂർവികന്മാർക്ക് സാക്ഷ്യം പ്രാപിക്കാൻ പറ്റി യേശുവിൻ്റെ നാമത്തിൽ. പൂർവികന്മാർ, അതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, പഴയ നിയമവും പുതിയ നിയമവും വായിക്കുന്ന സമയത്ത് ബൈബിളിൽ എവിടെയെങ്കിലും ഒരു അത്ഭുതം എന്ന് പറഞ്ഞു, ബൈബിളിൽ കണ്ട ഒരു അത്ഭുതം നിങ്ങൾ പറ. സിമ്പിളായിട്ടൊരു അത്ഭുതം. കാനായിലെ കല്യാണം. കാനാവിലെ കല്യാണം എന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഒരു ആൾക്ക് സംഭവിച്ച അപ്പം വർദ്ധിപ്പിച്ച്, അതും നല്ലതാണ്. ഒരു വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം. ഇപ്പൊ കേട്ടു, മുടന്തനെ സൗഖ്യമാക്കിയായിരിക്കും. ഇപ്പൊ മുടന്തനെ സൗഖ്യമാക്കി കർത്താവ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു വേദന വന്നു കാലിൽ, ഇനി ഇവൻ നിങ്ങൾക്ക് കാലിനൊരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, നടക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ശ്രദ്ധിച്ചോണം, എന്തു ആയിക്കോട്ടെ, ബൈബിളിൽ അങ്ങനെ കണ്ടാൽ, ഒന്നുകൂടെ ഞാൻ പറയാം, ബൈബിളിൽ അങ്ങനെ കണ്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ അകത്തൊരു വർദ്ധിക്കേണ്ട കോൺഫിഡൻസ്, കർത്താവെ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത ദൈവം ഇന്നുമുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത ദൈവം എനിക്ക് വേണ്ടിയും ചെയ്യുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. മനസ്സിലായോ?
മനസ്സിലായോ? ആമേൻ. ഞാനത് ഏറ്റെടുക്കുന്നു. ആ യേശുവേ വ്യക്തിക്ക് വേണ്ടി ചെയ്ത അതേ മിറക്കിൾ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ഏറ്റെടുക്കുന്നു. ഞാനത് ആമേൻ. കാണും. ആമേൻ. ശ്രദ്ധിച്ചോണം. ഇതാണ് പൂർവികന്മാർ സാക്ഷ്യം ലഭിച്ചത് എടുത്തു പറയാൻ കാരണം. പൂർവികന്മാർ നമ്മുടെ മുമ്പിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. കർത്താവ് എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ എഴുതി വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കർത്താവ് ഇന്നും പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാം, ആമേൻ. നമ്മുടെ വീട്ടിലൊക്കെ കാറുകളുണ്ടല്ലേ. ഈ കാറിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, മേടിക്കുമ്പോൾ ഭയങ്കര പെർഫോമൻസാണ്. പക്ഷെ 25-30 വർഷം കഴിയുമ്പോൾ ആ കാറിന്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും? ആദ്യത്തെ പോലെ കിട്ടുമോ? ഇല്ല, കുറയും, തീരെ ഇല്ല. കുറയും. അതിന്റെ പവർ കുറയും, അതിന്റെ പെയിന്റ് മങ്ങും, അതിന്റെ കപ്പാസിറ്റി കുറയും, തുരുമ്പ് കയറും. അപ്പൊ അതുമായിട്ട് വഴി ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ പറയും, ഈ പാട്ടവണ്ടി എവിടെ നിന്നാ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഇത് പാട്ടവണ്ടി ഒന്നുമല്ല, 30 വർഷം മുമ്പ് ഇത് പുത്തൻ വണ്ടിയായിരുന്നു. ആൾക്കാർ ചിരിക്കുവോ ഇല്ലയോ? ശരിക്കും. കാരണം എന്തോ, അതിന്റെ കാലപ്പഴക്കം ചെന്നു, അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു, അതിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു, അതിന്റെ പെയിന്റ് മങ്ങി, പെർഫോമൻസ് കുറഞ്ഞു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്നലെ ചെയ്ത ദൈവത്തിന് അതേ ശക്തി ഇന്നും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. കാലങ്ങൾ ആമേൻ. കഴിയും തോറും ബൈബിൾ ഇങ്ങനെ പറയുന്നത്, യേശു ഇന്നലെയും ഇന്നും അനന്യൻ. അതിന്റെ അർത്ഥം മാറാത്തവൻ. ഇന്നലകളിൽ ചെയ്ത ദൈവം ഇന്നും ചെയ്യും. ഇന്നേക്ക് 2000 വർഷം മുമ്പ് ചെയ്ത ദൈവം ഇന്നും ചെയ്യും. ഹല്ലേലൂയ. പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചു. ഓർത്തോണം, ദൈവത്തിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ ശക്തിക്ക് മാറ്റം വന്നിട്ടില്ല. ഇന്നലെ ചെയ്ത ദൈവം 2024 എത്ര ടെക്നോളജി വന്നാലും, എത്ര ശക്തന്മാർ വന്നാലും, എത്ര സൈന്യം വന്നാലും, എത്ര പിശാചുക്കൾ വർദ്ധിച്ചാലും, എൻ്റെ ദൈവം ഇന്നലെ ചെയ്ത ദൈവം ഇന്നും എനിക്ക് വേണ്ടി ചെയ്യും. ഞാനതിനെ സ്വീകരിക്കുന്നു. ആമേൻ. ആമേൻ. ഈ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമ്മൾ ബലപ്പെടണം. സാറയുടെ ഉദരം തുറന്ന ദൈവം എൻ്റെ ഉദരത്തിന് തലമുറയെ തരും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കർത്താവിൻ്റെ വചനം വായിക്കുന്ന സമയത്ത് ബലപ്പെടണം. വചനം നമുക്ക് തന്നിരിക്കുന്നത് ബലപ്പെടാൻ, വചനത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ബലപ്പെടാൻ. ഞാൻ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും സാക്ഷ്യം പറയണം പറയാൻ കാര്യം, എനിക്ക് ബലപ്പെടാനും മറ്റുള്ളവർക്ക് ബലപ്പെടാനും വേണ്ടിയാണ്. എത്ര വലുതാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യം ഇപ്പം സമയം, ഞാൻ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങളോട് ഇത് കുറച്ച് ലെങ്ത് കുറച്ച് പറയാൻ കാരണം സമയം കുറവുള്ളതുകൊണ്ട്, സമയത്തിൻ്റെ പരിമിതി ഉള്ളതാണ് നിങ്ങൾ ചുരുക്കി പറയാൻ കാരണം. എന്തായാലും സാക്ഷ്യം പറയാതെ ആരും പോകരുതെന്ന് ഞാൻ പറയാൻ കാരണം, പറഞ്ഞിട്ടേ പോകാവുള്ളൂ. കാര്യം ബലപ്പെടണം. ഇത് കാണുമ്പോൾ നമ്മുടെ അകത്തൊരു, നമ്മളൊരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കാതെ, ആ സഹോദരിക്കും ആ സഹോദരനും വേണ്ടി ചെയ്ത യേശു എനിക്ക് വേണ്ടിയും ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, അവിശ്വാസം പറയുന്ന ആൾക്കാർ, അവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെടുത്തി കളയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ കർത്താവ് അത് ചെയ്യും, സഹോദര സഹോദരി നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുന്നവരോട് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. രണ്ട്, നമ്മുടെ ഒരു പ്രശ്നവും യേശുവിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനോട് ദൈവത്തെ ഓർത്ത് പറയരുത്. അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പം ആ വ്യക്തി മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇയാൾ പറയോ, ഇത്രയും വലിയ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നിന്റെ കാര്യങ്ങൾ ശരിയാകുന്നത്, എങ്ങനെയാണ് നിന്റെ കാര്യങ്ങൾ റെഡിയാകുന്നത് എന്ന് എന്ത് ചെയ്യും? അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ പിന്നെ നിങ്ങളെ കാണുമ്പോൾ എല്ലാം പിശാച് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ മനസ്സിൽ കയറിയിട്ട് നിങ്ങളെ എപ്പോൾ കണ്ടാൽ, നിങ്ങളിനി അത് മറന്നു പോയാലും ഓർപ്പിക്കും. അയാളുടെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ വിഷയം എന്തായി, അയ്യോ ഇപ്പോഴും ഉണ്ടല്ലേ, നമ്മളെ വീണ്ടും 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 എന്ത് ചെയ്യും? മനസ്സിൽ കൊണ്ടുവന്ന് നിറയ്ക്കും. നമ്മുടെ അകത്ത് ഭാരം കയറ്റും, ഭയം കയറ്റും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളത് പറയാതെ രണ്ട് വിശ്വാസത്തിൻ്റെ വചനം പറയുന്ന ആൾക്കാർ ഒന്ന് ഫോൺ ചെയ്ത്, എന്നെ കൊണ്ട് വിശേഷം സഹോദര, എന്നെ കൊണ്ട് വിശേഷം എന്ന് പറയാം. അവർ തന്നെ പറയും, എന്നെ കൊണ്ട് വിശേഷം, ദൈവം നടത്തുന്നേ, ദൈവം ചെയ്യും. ആമേൻ. ദൈവം ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിൽ ഈ ആമേൻ. ദിവസം നിങ്ങൾക്കൊരു മർമ്മം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട വചനം, അത്ഭുതം എവിടെയെങ്കിലും ബൈബിളിൽ ഉണ്ടെങ്കിൽ ആ വചനം കണ്ടുപിടിച്ചിട്ട് ആ വചനത്തിൽ ഇങ്ങനെ പറയും, കർത്താവേ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്ത കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടിയും ചെയ്യും. ഞാൻ എത്രയോ, നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ സാക്ഷി, എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഒന്നും വരുന്നില്ല, ഈ വചനം പറഞ്ഞു തന്നെ അതേ വാക്യം, കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി വചനത്തിൽ ചെയ്ത യേശു എനിക്ക് വേണ്ടിയും ചെയ്യുമെന്ന്.
പറഞ്ഞ ആളുകളെ എനിക്കറിയാം. എലിയാവിന് വേണ്ടി കാക്ക അയച്ച് ആഹാരം കൊടുത്ത ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ അത്ഭുതം കണ്ടവരെ എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദൈവവചനത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഇന്നലകളിൽ ചെയ്ത ദൈവപ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രൊക്ലെയിം ചെയ്ത് ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാപിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങളുടെ വിഷയം ലോകത്തിൽ ആർക്കും ഇല്ലാത്ത വിഷയമായിരിക്കും. നിങ്ങളുടെ ഏരിയയിൽ പോലും കുടുംബത്തിൽ പോലും ആർക്കും വന്നിട്ടില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഒരു സാക്ഷ്യം പോലും യൂട്യൂബിൽ കിടപ്പില്ല. എന്നാൽ ബൈബിളിലോട്ട് പോയിട്ട് നോക്കണം, കർത്താവ് ഇതിനേക്കാൾ കഷ്ടത്തിൽ കിടന്ന ആൾക്കാരുടെ സാക്ഷ്യം എടുക്കണം. അപ്പം നിങ്ങൾ നോക്കട്ടെ ബ്രദറെ, എൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പോലും കിടപ്പില്ല. അങ്ങനെ ഓടിപ്പോട്ടെ, ലാസറിനെ അങ്ങ് എടുക്ക്. ലാസറിന് എന്നാ പറ്റിയതായിരുന്നു? ലാസറിനെ അങ്ങോട്ട് പൊക്കിയെടുക്ക്. ലാസറിനെ പൊക്കിയെടുക്കുക. കർത്താവ് 4 ദിവസം വന്ന് നാറ്റം വന്ന് കിടന്ന ലാസറിനെ കർത്താവ് അങ്ങ് ഉയർപ്പിച്ചെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും. ഉറപ്പ്. ആ ലാസറിന് വേണ്ടി പ്രവർത്തിച്ച യേശു ഇന്നും ജീവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. കർത്താവിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളുടെ മുഖം നോക്കത്തില്ല, പകരം നിങ്ങളുടെ ഹൃദയം നോക്കും. എന്താ ദൈവം നോക്കുന്നു ചോദിച്ചാൽ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിവുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില വാചകങ്ങളുണ്ട്. കർത്താവേ, അങ്ങേക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യും. അതിൻ്റെ അർത്ഥം ദൈവത്തെ നമ്മൾ അങ്ങോട്ട് കൊച്ചാക്കുക. അപ്പോൾ ദൈവം തിരിച്ചു വയ്ക്കുക, അതിന് എനിക്ക് പറ്റത്തില്ലേ. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു പിതാവ് തൻ്റെ മകനുമായിട്ട് വന്നിരിക്കുക. അവന് ഉപദ്രവമായിട്ട് എപ്പോഴും തീയിലും വെള്ളത്തിലും തന്നെ തള്ളിയിടാൻ നോക്കുക. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ, പിതാവ് പറഞ്ഞു, കർത്താവേ, നിന്റെ ശിഷ്യന്മാരെ കൊണ്ട് പറ്റുന്നില്ല, കഴിയുമെങ്കിൽ നിനക്കിത് ചെയ്തു തരണം. യേശു പറഞ്ഞു, എന്നാൽ ഞാൻ നോക്കട്ടെ എന്നല്ല പറഞ്ഞത്, കഴിയുമെങ്കിൽ എന്നോ. യേശുവിന് ഇഷ്ടപ്പെട്ടില്ല, കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല ചോദ്യം. കഴിയുമെങ്കിൽ എന്നോ. ആ വാക്യം എവിടെ നിന്നാർക്കും അറിയാം? മർക്കൂസിലുണ്ട് വാക്യം, പറ്റുമെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവർ. കഴിയുമെങ്കിൽ എന്നോ. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. മനസ്സിലാവുന്നുണ്ടോ? വിശ്വസിക്കുന്നവർക്ക്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില വാചകങ്ങൾ നമ്മുടെ വായിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് ബ്ലോക്ക് ആക്കും. ആമേൻ. കഴിയുമെങ്കിൽ എന്നോ എന്ന് ചോദ്യം ചോദിക്കുന്നത്, അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കർത്താവെ, ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് പറ്റിയില്ല, അങ്ങേക്കും പറ്റത്തില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യും. ഇത് തന്നെയാണ് മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ വന്നിട്ട് യേശുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. യേശു തിരിച്ചു മറുപടി, നിനക്ക് കാര്യം അറിയാവോ? ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. അതിൻ്റെ അർത്ഥം, ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്യാൻ ഞാൻ റെഡിയാ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ഇന്നും കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും ഹിസ്റ്ററികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? മർക്കോസ് 5-ാം അധ്യായം ആ വാക്യം എടുത്തിട്ട് പറയണം എവിടെയാന്നുള്ളത്. ഓർമ്മ, ഞാൻ നോക്കട്ടെ. കറക്റ്റ് പറഞ്ഞാൽ മതി. കറക്റ്റ് പറഞ്ഞാൽ, ഓർമ്മയില്ല, കറക്റ്റ് പറയണേ. ഞാൻ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. കറക്റ്റ് തപ്പിയിട്ട് പറഞ്ഞാൽ, അത് കിട്ടിയില്ല കുഴപ്പമില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ വാക്യം ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ വാക്യം ഞാൻ പറഞ്ഞുതരാം. ആ പിതാവ് വന്നിട്ട് പറയുന്ന, കർത്താവ്, ഇവൻ ചെറുപ്പം മുതലേ ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുന്നു? ഇവനെ കൊല്ലാൻ നോക്കും. ഇവനൊരു ആത്മാവ് പിടിക്കപ്പെട്ടിരിക്കുക. അദ്ദേഹം വന്നിട്ട് വെച്ച്, കർത്താവേ, നിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്കിത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, കഴിയുമെങ്കിൽ. ശ്രദ്ധിച്ചോണം, ദൈവത്തെ നമ്മൾ കുറച്ച് കാണിക്കരുത്. ആ ദൈവം ഇന്നും ചെയ്യും. ബൈബിളിൽ ആ വചനം തപ്പിയെടുത്ത് നോക്കിയിട്ട്, ആ വചനത്തെ നോക്കിയിട്ട് പറ, കർത്താവെ, അബ്രഹാമിന് വേണ്ടി ചെയ്ത ദൈവം, ഇസഹാക്കിന് വേണ്ടി ചെയ്ത ദൈവം, യാക്കോബിന് വേണ്ടി ചെയ്ത ദൈവം, യോസേഫിന് വേണ്ടി ചെയ്ത ദൈവം, പത്രോസ്ലിയാക്ക് വേണ്ടി ചെയ്ത ദൈവം, യോഹന്നാന് വേണ്ടി ചെയ്ത ദൈവം, ആ ദൈവം ഇന്നും ശക്തനായി എൻ്റെ കൂടെയുള്ള ദൈവം. ഞാൻ അന്ന് ചെയ്ത അതേ അത്ഭുതത്തെ ഇന്നും ചെയ്യുമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു.
അന്ന് ആമേൻ. ചെയ്ത ദൈവം ഇന്നും ചെയ്യുമെന്ന് ഞാൻ കാണാൻ പോവുക എന്ന് പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു നിശ്ചയമുണ്ടാവും. ആമേൻ. നിശ്ചയമുണ്ടാവും. നമ്മൾ പോലും അറിയാത്തൊരു നിശ്ചയമുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന കൂട്ടുകെട്ടുകളിൽ നിങ്ങൾ ചേരണം. കെടുത്തിക്കളയുന്ന കൂട്ടുകെട്ടുകളിൽ കൂടരുത്. നമ്മൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ വിഷയം മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം. വിശ്വാസികളോട് ഒരു വ്യക്തിയോടും പറയരുത്. സാക്ഷ്യം പറയുമ്പോൾ മാത്രമേ അറിയാവുള്ളൂ. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ദൈവം പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും. ഇന്നലെ ചെയ്ത ദൈവം ഇന്നും പ്രവർത്തിക്കും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഇന്നലെ ചെയ്ത ദൈവം ഇന്നും ചെയ്യുമെന്ന് പറ. ഇന്നലെ ചെയ്ത ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ബൈബിളിൽ അതുകൊണ്ടാണ് ഈ വചനം വായിക്കണം എന്നൊക്കെ പറയുന്നത്. അവിടെ ഇവിടെ നിന്ന് കേട്ടത് പിടിച്ചുകൊണ്ട് വരല്ലേ. വിശ്വാസത്തിൽ നിങ്ങളെ തളർത്തി, നമ്മളെ കാണും അയ്യോ എന്ന് പറയുന്ന, നമ്മുടെ വിഷയം കേൾക്കുമ്പോൾ നമ്മളെ കൂടെ ഭയപ്പെടുന്ന ആൾക്കോടെ ദൈവത്തെ ഓർത്ത് പറയാതിരിക്കുക നല്ലത്. അവരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക. ആമേൻ. എത്ര പേർക്ക് നമ്മുടെ ഈ പ്രാർത്ഥന ഒരു ബലവും വിശ്വാസവും ഉണ്ടാകുന്നുണ്ട്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശക്തിപ്പെടുക. കർത്താവിൽ ശക്തിപ്പെടുക. കർത്താവിൽ ശക്തിപ്പെടുക. വചനം എടുത്തിട്ട് പറയണം, നമ്മൾ അതിൽ ബലപ്പെടും. കർത്താവെ അങ്ങ് അവിടെ, ഞാൻ പലപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, കർത്താവെ അങ്ങ് എൻ്റെ ഏറ്റവും കൂടുതൽ, കർത്താവെ ഇങ്ങനെ ഞാൻ എപ്പോഴും കർത്താവ് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒത്തിരി വാക്കിയെടുക്കും. ഒത്തിരി വാക്കിയെടുത്തിട്ട് വേണ്ടേ കർത്താവ് യാക്കോബിന് വേണ്ടി ചെയ്ത ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ആ വിഷയം എടുത്തു പറയണം. ഗോലിയാത്തിന്റെ തല വെട്ടി തകർക്കുവാൻ, ഇന്ന് സകല സൈന്യത്തെയും തോൽപ്പിക്കുവാൻ ദാവീദിനെ ശക്തീകരിച്ച ദൈവം എന്നെയും ശക്തീകരിക്കും. നമ്മളത് കണക്ട് ചെയ്യുമ്പം നമ്മുടെ അകത്തേക്ക് ആ ഉറപ്പ് കയറുക. കാര്യം നടന്നല്ലോ, ഒരു സംഭവം നടന്നല്ലോ. നടക്കാത്ത ഒന്നുമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നടന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് നടന്ന കാര്യം ഇന്നും ചെയ്യുവാൻ യേശുവിന് ശക്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വേണം പ്രാർത്ഥിക്കുവാൻ. സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തപ്പിയെടുക്കണം. ബൈബിളിൽ കർത്താവേ വല കീറുമാറ് നന്മ കൊടുത്ത ദൈവത്തിന് ഈ 2024 എൻ്റെ പേഴ്സ് കീറുമാറ്, എൻ്റെ അക്കൗണ്ട് നിറയുമാറ്. വചനങ്ങൾ ഇനി ഒത്തിരി ഉണ്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. സീനാ സൗകര്യ വാക്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം നോക്കട്ടെ. അതെ ഈ സെയിം വാക്യം മാർക്കോസ് 9 ഉണ്ട്, മത്തായി 17 ഉണ്ട്. എനിക്ക് ആ ഒരു വാക്യം കിട്ടിയ, ഒറ്റ വാചനത്തിൽ കിട്ടിയാൽ മതി. എല്ലാം വേണ്ട. മർക്കോസ് 9:22 അല്ലേ? മാർക്കോസ് 9 ഉണ്ട്, പിന്നെ മത്തായി 17 ഉണ്ട്. മത്തായി 17 ഒറ്റ ഏതിലും പറഞ്ഞാൽ മതി, ഏതിലും കിട്ടിയാൽ മതി. അല്ല, ഞാൻ പറയട്ടെ. അതായത് മാർക്കോസ് 9 അത് കൃത്യമായിട്ട് നിന്നാൽ കഴിയുമെങ്കിലോ എന്ന് പറയുന്നത്. ഓക്കെ, അത് മതി. എനിക്ക് ആ വാക്യം കിട്ടാൻ വേണ്ടി ആ വാക്യം പറയുന്നത് എനിക്ക് ആ വാക്യം കിട്ടിയാൽ മതി. അത് മാർക്കോസ് 9:23 മതി. അത് മതി. എല്ലാ വാക്യം എടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഞാൻ ആ പറഞ്ഞ വാക്ക് മാത്രം. 9:23. ഓക്കെ, 9:23. നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ ശ്രദ്ധിച്ചേ, നിന്നാൽ കഴിയുമെങ്കിലെന്നോ. ഈ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധിക്കും. ഈ വാക്യമല്ല, ഈ വാക്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ വാക്യം തന്നെ ശരിയാ. യേശു മറുപടി പറയുകയാണ്. യേശു അവനോട്, ആ പിതാവിന്റെ ചോദ്യം ഇതാണ്. ചോദ്യം ഇതാണ്, കർത്താവേ എന്നെ പലപ്പോഴും എൻ്റെ മകനെ തീയിലും വെള്ളത്തിലും തള്ളിയിടും, നിന്നാൽ കഴിയും. നീ ശ്രദ്ധിച്ച്, അയാൾ ചോദിക്കുകയാണ്, ആ പിതാവ് പറയുകയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് സഹായിക്കണം. യേശു എന്ന് പറഞ്ഞില്ല, പകരം യേശു അവനോട് എന്നാ ചോദ്യമാണ് എന്നോട് ചോദിച്ചെന്നറിയാവോ? നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ. കൂടെ പറഞ്ഞ യേശുവിനാൽ കഴിയുമെങ്കിൽ എന്നോ എന്ന് പറ. യേശുവിനാൽ കഴിയുമെങ്കിൽ എന്നോ. കർത്താവ് ഇച്ചിരി കടുപ്പിച്ചല്ലേ ആ വചനം പറഞ്ഞേക്കുന്നത്? അല്ലേ കർത്താവ് പറഞ്ഞാൽ, അയ്യോ പിതാവേ സാരമില്ല കേട്ടോ, ഞാൻ നിന്റെ മകനെ സഹായിക്കാന്ന് പറയാതെ കർത്താവ് പറയാം, എന്നാ ചോദ്യമാന്ന് ചോദിച്ചത്? ഞാൻ ആരാന്നറിയാവോ? ഞാൻ സർവശക്തനായ ദൈവമാ, ഞാൻ എൽ ഷദായി വെളിപ്പെട്ടവനാ, ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ നിർമ്മിച്ച സാക്ഷാൽ കർത്താവ് തന്നെ ഞാൻ.
വാക്കും മാറാത്തവനാ. ആമേൻ. ദൈവത്തെ നമ്മൾ ദൈവത്തെ കണക്ട് ചെയ്യേണ്ടത് ദൈവത്തെ കുറച്ച് കാണരുത് ഒരിക്കലും. നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ സൂക്ഷിക്കണം. ഇതൊക്കെയും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും, നമ്മുടെ അനുഗ്രഹത്തെ ഒക്കെയും ബാധിക്കും ഇത്. അതുകൊണ്ട് പല പ്രസംഗങ്ങളും കേൾക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ പോലെ നിങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വലിപ്പത്തെ കുറച്ച് കാണിക്കുന്ന ഒരു പ്രസംഗവും കേൾക്കരുത്, ഒരു പ്രവചനവും കേൾക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനത് ഇഷ്ടപ്പെട്ടില്ല. യേശു പറയുവാണ്, എന്നാ ചോദ്യം വെച്ചത്, എന്നാൽ കഴിയുമെങ്കിൽ എന്നോ ആദ്യം ഡിലീറ്റ് ചെയ്യണം. ഇനി യേശുവിൻ്റെ വാക്കിൽ ഒരു വ്യത്യാസം വന്നെന്ന് മനസ്സിലായപ്പോൾ ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു. കണ്ടോ, ഉടനെ നിലവിളിച്ചു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ആ വിശ്വാസത്തിന് എന്നെ സഹായിക്കണം. അപ്പം കർത്താവ് ഇച്ചിരി കടുപ്പിച്ചാ പറഞ്ഞെന്ന് ആർക്ക് മനസ്സിലായി? ബാലന്റെ അപ്പന് മനസ്സിലായി. ബാലൻ്റെ അപ്പന് മനസ്സിലായി. ബാലൻ്റെ അപ്പന് മനസ്സിലായി. യേശുവിനത് ഇഷ്ടപ്പെട്ടില്ല. ഈ ദിവസങ്ങളിൽ പറയണം, കർത്താവെ ഇന്നലകളിൽ ചെയ്ത എൻ്റെ ദൈവം സർവശക്തനായി, ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് ഞാനത് കാണും. എൻ്റെ ദൈവം ശക്തനായതുകൊണ്ട് ഇന്നലെ ചെയ്ത ദൈവം അതേ അത്ഭുതം എനിക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കും. പൂർവികന്മാരുടെ സാക്ഷ്യത നോക്കണം നമ്മൾ. പൂർവികന്മാരുടെ സാക്ഷ്യത നോക്കണം. അല്ലാതെ വെറുതെ പ്രാർത്ഥിക്കല്ലോ, ഓ എൻ്റെ ബ്രദറെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ഓ എനിക്കറിയത്തില്ല, ദൈവം ചെയ്യുമായിരുന്നു, നല്ലതായിരുന്നു. ഒന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവം ഈ സാക്ഷ്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് വെറുതെ കേട്ട് പോകാനല്ല, പകരം നമ്മൾ ബലപ്പെടാനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ടെക്നോളജി വളർന്നു. ടെക്നോളജി വളർന്നതനുസരിച്ച് ദൈവം എന്തുകൊണ്ടാണ് നമുക്കെല്ലാം നമ്മുടെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓരോ സമയത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓരോ കാലഘട്ടം കഴിയുമ്പോൾ, ഓരോ സീരീസ് ഇറങ്ങുമ്പോൾ നമ്മൾ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അത് ചേഞ്ച് ചെയ്യാറുണ്ട്. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ചുകൾ വരുത്തും. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം എന്തുകൊണ്ടാണ് ബൈബിളിൽ അപ്ഡേഷൻ വരുത്താത്തത്? 2024 കർത്താവ് പറയുക, ഓ കാലം മാറിയില്ല, ഞാൻ കുറച്ച് ചേഞ്ചുകൾ വരുത്തിയേക്കാമെന്ന് ദൈവം പറയാത്തതിൻ്റെ കാരണം എന്തുവാ? കർത്താവിന്റെ വചനത്തിന് മാത്രം മാറ്റമില്ല. അത് അതിന് മാറ്റമില്ല. മനസ്സിലായോ? എൻ്റെ അർത്ഥം മനസ്സിലായോ? ഇന്നലെ ചെയ്ത ദൈവം, കർത്താവ് പറയണം, ഓ പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് ഞാൻ സ്ട്രോങ് ആയിരുന്നു, ഇപ്പം എനിക്ക് അത്രയില്ല. ദൈവം തിരുത്താത്ത തന്നെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയാണ്, യേശുക്രിസ്തു പറയണത്, പണ്ട് യഹോവ എങ്ങനെയായിരുന്നു, ഓഹ് പണ്ട് ദൈവം ആരാരെന്നറിയാവോ, പണ്ട് ഞാൻ ആരെന്നറിയാവോ? എന്താ കർത്താവ് അങ്ങനെ അങ്ങ് പറയച്ചത്? കർത്താവ് പറയും, പണ്ടും അങ്ങനെ തന്നെയാ, ഇന്നും അങ്ങനെ തന്നെയാ, നാളെയും അങ്ങനെ തന്നെയാ, ഞാൻ സർവശക്തനായ ദൈവമാ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് ഫീഡ് ചെയ്യണം. നമുക്കൊരു ഓരോ വർഷം കഴിയുന്തോറും ഓരോ പുതിയ രോഗം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കോവിഡ്, ഇനിയും വരാൻ പോവുക പല രോഗങ്ങളും, പലതും കണ്ടുപിടിക്കാൻ പല മരുന്നുകൾ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിനേക്കാൾ മുമ്പ് കണ്ടുപിടിച്ചു, യേശുവിൻ്റെ മുറിവിനാൽ ഏത് കാലഘട്ടം വന്നാലും, എത്ര വൈറസ് വന്നാലും, എത്ര രോഗങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. മരണമാണല്ലോ ഏറ്റവും വലുത്. ഡെഡ് ബോഡിയെ ഉയർപ്പിക്കാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ദൈവത്തിന് ഈ ലോകത്തിൽ ഏത് രോഗം വന്നാലും അതിനെ മറികടക്കും. ഞാൻ അതിനെ മറികടക്കും. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എൻ്റെ കൂടെ പറഞ്ഞ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാ വിഷയത്തിലും ജയമാകും. എൻ്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാ വിഷയങ്ങളുടെ മേലും ജയമാകും. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് കാണും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ചെങ്കടലിനെ പിളർത്തിയവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതോടെ ഞാൻ പറയുന്നു, കോംപ്രമൈസ് ചെയ്യുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾ പൊക്കോ, എവിടെ വേണമെങ്കിലും പൊക്കോ. പക്ഷേ ഇല്ല ബ്രദറെ, ഞാൻ അത്ഭുതം കണ്ടിട്ടേ തിരിച്ചു പോകത്തുള്ളൂ, ഞാൻ ദൈവ പ്രവൃത്തി കണ്ടിട്ടേ മടങ്ങി പോകത്തുള്ളൂ, ജീവനുള്ള ദൈവത്തിന് ഞാൻ ആ സാക്ഷ്യം പ്രാപിക്കുമെന്ന് ഉറപ്പോടെ മുന്നോട്ട് പോകും. എല്ലാ വിഷയവും കർത്താവിന് ദൂരെ കളയും. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലിനെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, പെറുപിറുക്കുന്നവരെ കണ്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. എന്നാ വലിയ പ്രതിസന്ധി വന്നാലും ഒറ്റ കാര്യം പറയും, ദൈവം നടത്തും, ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ കഴിഞ്ഞിടെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ അതിൻ്റെ അവിടുത്തെ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ നെതന്യാഹു പറയും ഒരു വാക്കുണ്ട്, യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കണ്ടോ, ഇത്രയും ടെക്നോളജി ഉള്ള രാജ്യം പറയുക, ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന രാജ്യം പറയുക, ഇത്രയും കപ്പാസിറ്റി ഉള്ള രാജ്യം, പല രാജ്യങ്ങളുടെ സപ്പോർട്ടുള്ളവർ പറയുക, ഞങ്ങൾക്ക് അമേരിക്കയുണ്ട്. ഞാൻ യുദ്ധങ്ങൾക്കൊന്നും സപ്പോർട്ടല്ല കേട്ടോ, പക്ഷേ
ഇസ്രായേലിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലതും പ്രവചനാതീതമാണ് ദൈവം നടക്കുന്നത്, പലതും ബൈബിളിലുള്ള പ്രവചനങ്ങൾ പലതും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ വിമർശിക്കുവാനും കഴിയത്തില്ല. എന്നാൽ എല്ലാം കർത്താവിൻ്റെ കാര്യത്തിൽ. എങ്കിലും എത്ര കയ്യിലോ കപ്പാസിറ്റി ഉണ്ട്, അവർ പറയും ഞങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഒരു ചോദ്യം, എന്നാ ഉറപ്പ്? ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തും. ഇന്നലകളിൽ ഉക്രൈൻ ഇല്ലായിരുന്നല്ലോ, ഇന്നലകളിൽ മറ്റ് രാജ്യങ്ങളില്ലായിരുന്നല്ലോ, ഇന്നലകളിൽ പല പ്രശ്നങ്ങളും ഇല്ലായിരുന്നല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞു, യുദ്ധങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല, അവരുടെ മേലൊരു വാക്തത്വം കിടപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എത്ര യുദ്ധങ്ങൾ വന്നാലും, എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, ഇതെല്ലാം പ്രവചനങ്ങളാണ്. ഞാൻ പറഞ്ഞത്, യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഒരു യുദ്ധത്തിലും സപ്പോർട്ടല്ല. നശിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. രണ്ട് വശത്തും, ഏത് വശത്തും നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തോട് യേശു അവർക്ക് വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ ചില പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവെ അങ്ങ് ചെയ്തത്, ഇന്നലകളിൽ ചെയ്തത് ഇന്നും ചെയ്യും. എൻ്റെ കൂടെ പറ, ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഇന്നലെ ചെയ്ത ദൈവം ഇന്നും ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഇന്നലെ ചെയ്ത ദൈവം ഇന്നും ചെയ്യും. നാളെയും എനിക്ക് വേണ്ടി ചെയ്യും. നമ്മൾ അതിനെ ക്ലെയിം ചെയ്തെടുക്കുക എന്ന് പറയും. മനസ്സിലാകുന്നു? നമ്മളതിനെ പിടിച്ചെടുക്കുക. ആ ബൈബിളിൽ ഇന്ന് തന്നെ ബൈബിൾ എടുക്കണം. ഞാനതുകൊണ്ട് ഇപ്പം അങ്ങനെ പലപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായിട്ട് ബന്ധപ്പെട്ട വചനം ഞാൻ അയച്ചാൽ ഇപ്പം ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നത്. കാര്യം ആളുകൾ ഇപ്പോൾ ചെയ്യുന്നവരോടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയം എന്ന് പറഞ്ഞാൽ, ബ്രദർ എനിക്ക് ആ വചനം ഒന്ന് അയച്ചുതരാമോ? ബൈബിളിൽ പിന്നെ നോക്കാറേ ഇല്ല ആൾക്കാർ. അങ്ങനെയല്ല, നിങ്ങൾ തമ്പിക്കാണും. നിങ്ങളൊന്ന് മെനക്കട്ടെ. ഇത്രയും നല്ല സൊല്യൂഷനുള്ള പുസ്തകമാണ് ഇത്. ബൈബിൾ തുറക്ക്, കണ്ടുപിടിക്കുക, ബൈബിൾ വായിക്കുക, എന്നിട്ട് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട എന്നാ അവിടെ ഉള്ളത്, എന്ത് വിഷയം അവിടെ ഉള്ളത് കണ്ടുപിടിച്ചിട്ട്, കർത്താവെ ഞാൻ കണ്ടുപിടിച്ചു, ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്ത ദൈവം അവൻ്റെ മുഖം നോക്കിയില്ല, അവൻ്റെ രൂപം നോക്കിയില്ല, അവൻ്റെ പേര് നോക്കിയില്ല, അവൻ്റെ ജാതി നോക്കിയില്ല, അവൻ്റെ മതം നോക്കിയില്ല. കർത്താവ് നോക്കിയത് ഹൃദയമാണ്. ഇനി നോക്കിയോട്ടെ. ഇനി ഇപ്പോൾ ഹൃദയം നോക്കിയതാണെങ്കിൽ ലാസറിന്റെ ഹൃദയം കർത്താവ് നോക്കിയോ? കർത്താവ് ലാസർ വിശ്വസിച്ചിട്ടാണ് ഉയർത്തത്? ആണോ അല്ലയോ? അല്ല. ആമേൻ. അപ്പം എപ്പോഴും ഓർത്തോണം, ദൈവം അത് ചെയ്യും. ക്വാളിറ്റി നോക്കിയിട്ടല്ല, ദൈവം അത് ചെയ്യും. ഇന്നലെ അത് ചെയ്തിട്ടുണ്ടോ തപ്പണം, അന്വേഷിക്കണം. കർത്താവിന് അത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്വേഷിക്കണം. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എന്നിട്ട് അതെടുത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. പൂർവികന്മാരുടെ സാക്ഷ്യം അതുകൊണ്ട് എടുത്ത് പറഞ്ഞേക്കുന്നത്. നിങ്ങളിലും അത് സംഭവിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. സ്വർഗീയ നല്ല പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ ആ കരം വെച്ചിട്ട് പറ, എൻ്റെ യേശുവേ, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മുഴുവൻ കണ്ടു, രോഗത്താൽ ഭാരപ്പെട്ടവരെ സൗഖ്യമാക്കുക മാത്രമല്ല, മരിച്ചവരെ പോലും ഉയർപ്പിച്ച എൻ്റെ ദൈവം. ആ കർത്താവിന് എൻ്റെ ഈ രോഗം വിഷയമല്ല. പുതിയ അവയവങ്ങൾ എൻ്റെ ദൈവം സൃഷ്ടിച്ചു തരും. റിപ്പയർ ചെയ്യുന്ന പരിപാടി വർക്ക്ഷോപ്പുകാരനുള്ളത്. റിപ്പയർ ചെയ്യുന്ന പരിപാടി ഈ ലോകത്തിൽ ഏത് മെക്കാനിക്കും ചെയ്യും. ആമേൻ. എന്നാൽ യേശു ക്രിസ്തു റിപ്പയർ ചെയ്യുന്ന ആളല്ല. നമ്മൾ വായിച്ച വാക്യത്തിൽ അവൻ വചനത്താൽ സൃഷ്ടിക്കുന്നവനാ. ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ്. എങ്ങനെയെങ്കിൽ ഇന്നും ആ കർത്താവ് നമുക്ക് വേണ്ടി ആ കേടായ അവയവം, കുറഞ്ഞ ഒന്നും പിടിക്കില്ല കേട്ടോ, കുറഞ്ഞ ഒന്നും പിടിക്കരുത്. പുതിയത് തന്നെ വേണം. പുതിയ അവയവം യേശുവിൻ്റെ നാമത്തിൽ. പുതിയ ആന്തരിക അവയവം. ഇനി രക്തത്തില്ല കുഴപ്പമെങ്കിൽ പുതിയ രക്തം. അയ്യോ, അത് ബ്രദർ എങ്ങനെ പുതിയ രക്തം വരുന്നത്? യേശുവിന് കഴിയുന്നേ, ദൈവത്തിന് കഴിയും. ഒന്ന് ബലപ്പെട്ടെ. ഞാനത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ കേട്ടോ, നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഇടയിൽ. എത്രയോ അത്ഭുത സാക്ഷ്യങ്ങൾ. ബലപ്പെട്. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ശക്തിപ്പെട്. ദൈവം പ്രവർത്തിക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളെ കൈവിടത്തില്ല. പിശാചിന്റെ സകല പ്രവർത്തികളെ ദൈവം അഴിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന്, നാളെയല്ല കേട്ടോ, ഇപ്പോഴാണ്, ഈ നിമിഷം തന്നെ അതിനെ പുറത്ത് കളയുക. ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഈ നിമിഷം തന്നെ ആ വേദന പൂർണ്ണമായി പുറത്താകുക. ഈ നിമിഷം തന്നെ തലമുറകളുടെ വാതിൽ തുറക്കുക. ഈ നിമിഷം തന്നെ ബ്ലോക്കായി കിടക്കുന്ന സാമ്പത്തിക മേഖലകൾ തുറക്കുക. ഈ നിമിഷം തന്നെ നന്മയെ വിളിച്ചു വരുത്തുക. ഈ നിമിഷം തന്നെ അനുഗ്രഹത്തിന്റെ വാതിലിനെ യേശു എന്ന അധികാരത്തിനെ തുറന്നു പ്രാർത്ഥിക്കുക. തന്നെ കൽപ്പിക്കുന്നു, ഉദരങ്ങൾ തുറന്നു വരട്ടെ. യേശുവിന് തലമുറകൾ ലഭിക്കട്ടെ. വാതിലുകൾ തുറന്നു വരട്ടെ.
ആമേൻ. അനുഗ്രഹങ്ങൾ തുറന്നു വരട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ ആമേൻ. നാമത്തിൽ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് ആമേൻ. പ്രാർത്ഥിക്കുന്നു. റിലീസ് ചെയ്ത് പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ അസ്ഥികൾ ആമേൻ. സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. പുതിയ ആമേൻ. ഞരമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ആന്തരിക ആമേൻ. അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ആമേൻ. നാമത്തിൽ, യേശുവിന്റെ ആമേൻ. നാമത്തിൽ. ആമേൻ. ആ പേഴ്സൊക്കെ ഒന്ന് എടുത്തു വെച്ച്, യേശു- പേഴ്സൊക്കെ എടുത്തു വെച്ച് യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ അത് നാമത്തിൽ, റിലീസ് ചെയ്യാൻ പോവുക. യേശുവിന്റെ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ യേശുവെ, ഞങ്ങൾ നന്മ റിലീസ് ചെയ്യുന്നു, നന്മ റിലീസ് ചെയ്യുന്നു, അനുഗ്രഹത്തെ റിലീസ് ചെയ്യുന്നു. യേശുവിനെ പേഴ്സൊക്കെ എടുത്ത് വെച്ച് ആ ഫിനാൻഷ്യൽ മേഖലയിലോട്ട് വർദ്ധിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിലെ ATM ഒക്കെ എടുത്ത് വെച്ച് വർദ്ധിക്കാൻ പോവാ. ഇന്ന് വല കീറുമാറ് നന്മ പത്രോസ്ലിഹയുടെ പടയിൽ കയറിയെങ്കിൽ നിങ്ങളുടെ ATM കയറും, നിങ്ങളുടെ പേഴ്സിൽ കയറും. ഐ റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ റിലീസ് ദ അനോയിന്റിങ്, ഐ റിലീസ് ദ ബ്ലെസ്സിങ്, ഐ റിലീസ് ദ ഹീലിംഗ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അകത്തിരിക്കുക, ഞങ്ങളുടെ അകത്തിരിക്കുക, ഞങ്ങളുടെ അകത്തിരിക്കുക. അത് റിലീസ് ചെയ്യുന്നു, സമൃദ്ധിയെ റിലീസ് ചെയ്യുന്നു, വാരി വിതറി കൊടുക്കും. വചനം പറഞ്ഞ് വായ്പ വാങ്ങത്തില്ല. ദൈവത്തിന് അത്രയും നിർബന്ധമുണ്ട്, പിന്നെ നമ്മൾ എന്തിനാ കുറഞ്ഞു പിടിക്കുന്നത്? ദൈവം നിർബന്ധിച്ചു പറയും, നീ വായ്പ വാങ്ങിയേക്കണം എന്നല്ല, വാങ്ങത്തില്ല. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ദൈവം തന്നിട്ടുണ്ട്. സൗഖ്യമാക്കിയിരിക്കുന്നു. രോഗത്തോട് പറയണം, യേശുവിന്റെ നാമത്തിൽ നിനക്ക് എൻ്റെ മേൽ ജയമില്ല. ആമേൻ. സ്തോത്രം യേശു സ്തോത്രം. ജയിച്ചത് കൊണ്ട് നിനക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. യേശു നിന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിനക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. രോഗത്തോട് പറ, നിനക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. എനിക്ക് എണീറ്റ് നടന്നേ പറ്റത്തുള്ളൂ. എനിക്ക് ഓടിച്ചാടി രോഗരാജ്യങ്ങളിൽ പോയി യേശുവിന്റെ നാമത്തിൽ സാക്ഷിയായേ പറ്റത്തുള്ളൂ. വിളി വലുതാ, വിളി വലുതാ, വിളി വലുതാ, വിളി വലുതാ, വിളി വലുതാ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു പേര് കാണും, ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സുകുമാരി എന്നൊരു പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സുകുമാരി എന്നൊരു പേര് യേശുവിൻ്റെ നാമത്തിൽ, ചുരുക്കി ഇങ്ങനെ കുമാരി എന്നിടയ്ക്ക് വിളിക്കും. ആ യേശുവിനകത്ത് അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് എന്ന് സ്പർശിക്കുക, അങ്ങനെ ഒരു കുടുംബത്തെ ദൈവം സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. ആ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. ആ കുടുംബത്തിൻ്റെ അകത്ത് എല്ലാവിധമാകുന്ന പ്രതിസന്ധികളെയും ശാപങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുക. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ, നന്മയുടെ വാതിൽ തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. റിലീസ് ചെയ്യുന്നു കർത്താവെ, നന്മ റിലീസ് ചെയ്യുന്നു, നന്മ റിലീസ് ചെയ്യുന്നു, നന്മ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞാൻ ആൽബിൻ എന്ന് പറഞ്ഞ ഒരു മകനെ കണ്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേലേക്ക് വലിയൊരു സ്പർശനം എന്നുണ്ടാകുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി. അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇന്ന് അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എത്ര പേര് ഏറ്റെടുക്കുന്നു? കർത്താവ്, ഞാൻ ഇന്നു മുതൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മളൊരു അനുഗ്രഹം, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യണം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നാളെ ഇത് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുന്നതായിരുന്നു. ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട വചനം കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കറിയാം, ഈ SLCയും +2 ഒക്കെ പരീക്ഷ വരുന്ന സമയത്ത് നമുക്കറിയാം, അതുവരെ കളിച്ചും ചാടി നടന്ന പിള്ളേരെ നമ്മൾ പിടിച്ച് എന്ത് ചെയ്യും? എക്സാമിൻ്റെ ആ സമയമാകുമ്പോൾ കുത്തിയിരുത്തി പഠിപ്പിക്കും. ആ കുത്തിയിരുത്തി പഠിപ്പിക്കുക. അതിന് പറഞ്ഞ പേരാണ് ഫോക്കസ് ചെയ്യുക. ആ എക്സാമിൻ്റെക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. അതിൻ്റെ അർത്ഥം ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുവരെ കളിച്ചു നടന്ന അവർക്ക് എന്ത് ചെയ്തു? കളിയുടെ സമയം കുറച്ചു. അവരതുവരെ തുള്ളിച്ചാടി നടന്ന അവരുടെ ടൈം കുറച്ചു, TV ടൈം കുറച്ചു, മൊബൈൽ ടൈം കുറച്ചു. അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവരെ പഠിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി. കാര്യം എന്താ? ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഈ ദിവസങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത്, രോഗസൗഖ്യമാണെങ്കിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, അതുമായിട്ട് ബന്ധപ്പെട്ട വചനം എടുത്തു വെച്ചുകൊണ്ട്, എൻ്റെ കർത്താവ് അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നത് വരെ ഒന്ന് മുറുകെ പിടിച്ച്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ വചനം തിരിച്ചു നിങ്ങളുടെ മേലേക്ക് ചാടി വരും. തിരിച്ചു നിങ്ങളുടെ മേലേക്ക് മുറുകെ പിടിച്ച്, എനിക്കത് കാണണം, എനിക്കത് കാണണം. യേശുവിന്റെ നാമത്തിൽ, നമ്മൾ പറയത്തില്ല ഊണിലും ഉറക്കത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ, ഒന്നൊന്ന് മുറുകെ പിടിച്ചു. അല്ലാതെ ഞാൻ ബ്രദർ ഇന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന 5 ദിവസം കഴിഞ്ഞ ആ പ്രശ്നം വലിയ പ്രശ്നമാണ് ബ്രദറെ.
പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന 10 ദിവസം കഴിഞ്ഞ് കൽപ്പൊന്ന് പറഞ്ഞ കർത്താവ് എനിക്കത് കണ്ടേ പറ്റത്തുള്ളൂ യേശുവേ. കാര്യം അങ്ങ് പ്രവർത്തിച്ച ദൈവം, അങ്ങ് ഒന്ന് വചനം പറയുന്നു, രണ്ട് അങ്ങ് മറ്റൊരാൾക്ക് വേണ്ടി ഇത് ചെയ്തത് ഞാൻ കണ്ടു കർത്താവ്, എനിക്ക് വേണം കർത്താവ്. ആ ദൈവം എൻ്റെ ദൈവമാണ്, ആ വ്യക്തിയുടെ ദൈവം എൻ്റെ ദൈവമാണ്. എന്നിട്ട് പാട്ട് പാടത്തില്ലേ, ഈ ദൈവം എൻ്റെ ദൈവം എന്നൊക്കെ പാട്ട് പാടത്തില്ലേ? ആമേൻ 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 ആമേൻ. ഫോക്കസ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം ആമേൻ. കാര്യം സ്തോത്രം. കോളേജിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഫോക്കസ്. എത്ര പേർക്ക് ഈ ദിവസങ്ങളിലെ വചന ധ്യാനങ്ങൾ അനുഗ്രഹമാണ്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയണമെങ്കിൽ, ആലോചനകൾ സംഭവിക്കുന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. വേഗത്തിൽ പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യം പറയുന്നവരുണ്ടെങ്കിൽ കഴിവതും ചുരുക്കം വാക്കുകളിൽ പറയണം. ബ്രദറെ പറഞ്ഞു. ഇന്നലെ ഞാൻ പാമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഉം. അപ്പൊ അത് ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചതാണ്. അതിനുശേഷം ഇന്നലെ രാത്രി വിഷം അടിച്ചു വെച്ച് രാവിലെ പോയപ്പോ എന്റെ വൈഫ് പോയി നോക്കിയപ്പോൾ പാമ്പ് അവിടെ അനങ്ങാതെ കിടപ്പുണ്ട്. അവളത് തല്ലി കൊല്ലുകയും ചെയ്തു. അപ്പം നമ്മൾ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞ പോലെ തന്നെ പാമ്പുകളെ തെളിയുന്ന ശത്രുവിന്റെ സ്ഥലപ്പെടുത്തും ചോട്ടും കർത്താവ് എനിക്ക് എന്റെ കുടുംബത്തിന് അധികാരം തന്നിരിക്കുന്നു. ആ വചനം അപ്പൊ തന്നെ ഞാൻ ആ പാമ്പിനെ കണ്ട സമയത്ത് തന്നെ, പാമ്പ് ഞാൻ കണ്ടില്ല, നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാനുണ്ടായത്. പിന്നെ എന്തായാലും ആ പാമ്പ് എങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല. പക്ഷെ കീടനാശിനിയൊക്കെ ചുറ്റും തളിച്ചു വെച്ച് രാവിലെ ആ സ്ഥലത്ത് തന്നെ അനങ്ങാതെ കിടപ്പുണ്ടായത്. കാര്യം രാത്രി നമ്മൾ പോയി കൈയിടുന്ന ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് അനങ്ങാൻ പോയത്. പിന്നെ നല്ല മഴയായിരുന്നു. പക്ഷെ രാവിലെ കർത്താവ്, ഞാനപ്പോഴും തന്നെ പ്രാർത്ഥിച്ച് പറയുകയും ചെയ്തു, ഞാൻ തന്നെത്താൻ പറഞ്ഞു, കർത്താവ് രാവിലെ അതിനെ ഒന്ന് കാണിച്ചു തരും. കാര്യം വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, ആനലിയുടെ തല ചവിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നല്ലോ. രാവിലെ അതിന് ചത്ത് കണ്ട് കർത്താവ് വചനം നിവർത്തിച്ചു തന്നതിനോട് നന്ദി പറഞ്ഞു. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്രദർ പറഞ്ഞ പോലെ ഇന്നലെ ഒരു പാമ്പ് അവരുടെ വീട്ടിൽ കയറി, ഒരു അണലി. പക്ഷെ കണ്ടില്ല, അത് രാത്രിയിൽ അവർക്കത് മിസ്സായിപ്പോയി. പക്ഷെ ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ ആ വചനം പറഞ്ഞു പാടിച്ച കർത്താവ് ഒരു ദോഷവും വരത്തില്ല, ഒരു ദോഷവും വരികയില്ല. അത് നേരം വെളുക്കുമ്പോൾ ഉപദ്രവമൊന്നും കാണാതെ അത് മാറിപ്പോകും എന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ കുടുംബത്തിൻ്റെ അകത്ത് ആർക്കും ആപത്തും ഉണ്ടാകാതെ ആ ഒരു വിഷയം ദൈവം കൈകാര്യം ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹലോ ഹലോ. പറഞ്ഞു ഹലോ ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായും പറഞ്ഞു. എന്റെ പേര് രമ എന്നാണ്. ഈ കഴിഞ്ഞ മെയ് 5-ാം തീയതി എന്റെ മോളുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പൊ അതില് എനിക്ക് മുൻപ് ചെറിയ ചെറിയ വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യായികൾ ഇല്ലാതിരിക്കാനും പിന്നെ എനിക്ക് ധൈര്യം തന്ന ആ ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ നടത്താനും ഞാൻ ഇതിൽ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യം നല്ല ഭംഗിയായി നടന്നു. അതിന് ഞാനും എന്റെ കുടുംബവും നന്ദി പറയാണ്, ദൈവത്തിനോട് നന്ദി പറയുന്നു. അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയാണ്. തീർച്ചയായും പ്രിയ സഹോദരങ്ങളെ, ആമേൻ. രോഗാവസ്ഥ ഒത്തിരി ഉണ്ടായിരുന്നു, ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാനസികമായിട്ട് രോഗം വന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അവിടെ നിന്നൊക്കെയും ദൈവം പിടിപ്പിച്ചു, കർത്താവ് നിർത്തി, അതൊക്കെയും ചെയ്തെടുക്കുവാനുള്ള സൗഖ്യവും ആരോഗ്യവും ദൈവം കൊടുത്തു. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 പറയാനുണ്ട്. പറഞ്ഞു. എനിക്ക് ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്റെ കൊച്ചിന് ഫീസ് കൊടുക്കേണ്ട ആവശ്യത്തിനായിട്ട് ഒരു 50,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ മോൾ എന്നോട് പറഞ്ഞു, അവള് ചിട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ആ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് കുറിച്ചിട്ടിയാ തരാൻ പറ്റത്തില്ല, ഒരു 8 മാസത്തിനകം ആർക്കാ വീഴുന്ന വെച്ചാൽ അതേ കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വിഷമിച്ചു. ഞാൻ ഇവിടെ നിന്ന് കർത്താവിനെ വിളിച്ചു, കർത്താവെ ഈ ചിട്ടി ഞങ്ങൾക്ക് തന്നെ വീഴണേ കർത്താവെ, ഈ ആവശ്യം സാധിക്കണമല്ലോ കുഞ്ഞിന്റെ, അത് ഞങ്ങൾക്ക് വീണേ പറ്റത്തുള്ളൂ. ഇപ്പൊ ചാന്ന് പറഞ്ഞ് ഞാൻ തന്നെ താൻ പോയി ചെന്ന് ഞാൻ ഈ 8 ചിട്ടിക്കകത്തൊന്ന് കുറി എടുത്തപ്പം എന്റെ കൊച്ചിന്റെ പേർക്ക് തന്നെ ചിട്ടി എനിക്ക് കിട്ടി. അപ്പൊ ഞങ്ങളുടെ ആവശ്യം കർത്താവ് അറിഞ്ഞ് കർത്താവ് സാധിച്ചു തന്നു. അല്ലെങ്കിൽ ഇത് 8 മാസത്തിനകം ഇത് കിട്ടാൻ സാധ്യതയുള്ളായിരുന്നു. ആമേൻ. പ്രിയ കർത്താവ് ഇന്നതൊരു അത്ഭുതമാകാൻ കാരണം പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ 8 മാസം കഴിഞ്ഞത് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ ആ സമയത്ത് അവർക്കത് വേണം. 8 മാസം കഴിഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ തക്ക സമയത്ത് അതെല്ലാം കർത്താവ് അനുകൂലമാക്കി തന്നെ ചെയ്തു. അതാണ് അത്ഭുതം. അത് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു, പക്ഷെ സാധ്യത ദൈവമാണ്. അവർക്ക് ആവശ്യ സമയത്ത് തന്നെ അത് ഒരുക്കി. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ?
മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടോണം. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കൽ സ്ട്രെങ്ത് മറക്കല്ല്. ഫിസിക്കൽ സ്ട്രെങ്ത്, അസ്ഥികൾ, കൈകൾ, ആരോഗ്യം വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്, അത് വർദ്ധിക്കും, പെരുകും, കർത്താവിനാൽ സാക്ഷിയായിട്ട് മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ സ്ഥിരസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമുക്ക് വേണ്ടി സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല, ഫേസ്ബുക്കിൽ കാണുന്ന ജോസഫ് പാലക്കിൽ എന്ന് പറഞ്ഞ സഹോദരനോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, വരുന്ന 6 മാസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. എന്നെ കർത്താവ് കാണിക്കുന്നു, ബിജു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്തു. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കർത്താവ് ഒരു ടേണിങ് ചെയ്യുവാൻ പോകുന്നു എന്ന് തന്നെ കർത്താവ് അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് നിങ്ങളെ കണ്ടത്. എൻ്റെ ഉള്ളിൽ നിങ്ങളെ പേരെടുത്തപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു 3 കാര്യങ്ങൾ ബ്ലോക്കായി നിൽക്കുകയാണ്. എന്നാൽ ഈ വരുന്ന 6 മാസത്തിൻ്റെ അകത്ത് കൂടെ നിൽക്കാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറെങ്കിൽ ഒരടയാളം പോലെ കർത്താവ് പറഞ്ഞു, ഫസ്റ്റായിട്ട് ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം ഒരു ടേണിങ്ങിനെ ദൈവം നിങ്ങളുടെ ലൈഫിൽ ചെയ്യും. മകനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, വലിയ പ്രവൃത്തികളെ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യും. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു എന്തെങ്കിലും കാര്യം മറ്റുള്ളവരടുത്ത് പറയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞില്ലേ, അത് എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോണ ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദിവസം ഇപ്പൊ ഈ ഒരാഴ്ചക്കുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അവര് ചിരിക്കുകയായിരുന്നു. ചിരിച്ചപ്പോ എനിക്ക് മനസ്സിന് എന്തോ ഒരു ഇതുമാതിരിയായി. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കർത്താവ് ഇങ്ങനെ ഞാൻ പറയുമ്പോ ആ വ്യക്തി ഇങ്ങനെ ചിരിച്ചില്ലേ, അപ്പോ ഞാൻ പറയണത് തെറ്റായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഞാൻ അറിയാതെ അങ്ങനെ ആരെങ്കിലും അടുത്ത് ഇങ്ങനെ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ആ ബന്ധം ഇപ്പോ മുറിഞ്ഞുപോയി. തീർച്ചയായിട്ടും നമ്മളെ വിശ്വാസത്തിൽ കെടുത്തി കളയുന്ന അതെ, തീർച്ചയായിട്ടും നമ്മളെ ബലപ്പെടുത്താത്ത ഒരു വ്യക്തിയോടും നമ്മുടെ വിഷയം പറയരുത്. അത് മാറിപ്പോട്ടെ, അങ്ങനെയുള്ള ബന്ധങ്ങൾ മാറിപ്പോട്ടെ. കർത്താവിൽ വിശ്വാസത്തിൽ ബലപ്പെടുക, അങ്ങനെയുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, ഉറപ്പ് വർദ്ധിക്കും. വേഗത്തിൽ നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. തളർന്നു പോകത്തില്ല. നമ്മൾ കേട്ടതുപോലെ പൂർവികന്മാർക്ക് സാക്ഷ്യം പ്രാപിച്ചതുപോലെ നമ്മളും സാക്ഷ്യമാകും. ആമേൻ. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. പറഞ്ഞു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പേര് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ നിങ്ങൾ യേശുവിനെ തിരുവനന്തപുരം സുകുമാരി എന്ന് പറഞ്ഞ് കുമാരി എന്നാണ് വിളിപ്പേരുള്ളത്. അങ്ങനെ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു തകർന്ന ആ അവസ്ഥയിൽ നിന്നും യേശു ക്രിസ്തു മുഖാന്തരം അവസ്ഥകളെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഏറ്റെടുത്തോണം. വലിയ സാക്ഷ്യമാക്കി കർത്താവ് നിങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്